മധ്യ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി തിരികെ എത്തുമ്പോൾ അവിടെ കോട്ടയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. കാരണം ഒരു പരിധിവരെയെങ്കിലും ഈ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം നോക്കുമ്പോൾ അവിടെ ഇടത് മുന്നണിക്ക് കാര്യമായ മേൽക്കൈയൊന്നും നേടാൻ പറ്റാതിരുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മാറിമറിഞ്ഞതോടുകൂടി 2021 തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ കോട്ടയം ഉൾപ്പെടെ ചുമന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായി പറയാം. ഇത്തവണയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് കോട്ടയത്തേക്കും. കോട്ടയത്ത് വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. അങ്ങനെ ആ വിവരം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണല്ലോ അല്ലേ? അഭിലാഷ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. 5 കേന്ദ്രങ്ങളായാണ് കോട്ടയത്തിന്റെ വോട്ടെണ്ണൽ നടക്കുക. പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിൽ 3 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണും. വൈക്കത്തിൻ്റെത് ബസേലിയസ് കോളേജിലും ഒപ്പം തന്നെ മറ്റ് ഏറ്റുമാനൂർ കോട്ടയം മണ്ഡലങ്ങളുടേത് MD സെമിനാരി സ്കൂളിലുമാണ് വോട്ടെണ്ണുക. ചങ്ങനാശ്ശേരിയും പുതുപ്പള്ളിയും SD ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരിയിൽ വോട്ടെണ്ണും. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും അപ്പുറത്ത് പൂഞ്ഞാർ മണ്ഡലത്തിലെ തന്നെ ഈരാറ്റുപേട്ട അരുവിത്തറ കോളേജിലാണ് വോട്ടെണ്ണുക. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പാല കാർമൽ സ്കൂളിലാണ്. അവിടെ കടുത്തുരുത്തിയിലെ വോട്ടെണ്ണലും ഉണ്ടാകും. ഇങ്ങനെയാണ് 9 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടം അതിശക്തമായി നടന്ന പല മണ്ഡലങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാലയുടെ ഫലമെന്ത്? ജോസ് കെ മാണിക്ക് ഇത്തവണയെങ്കിലും വിജയിക്കാൻ കഴിയുമോ? കാപ്പന്റെ തുടർ ജയങ്ങൾ അട്ടിമറിക്കാൻ കഴിയുമോ? ഷോൺ ജോർജ് അവിടെ എന്തായിരിക്കും തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ള നീക്കങ്ങൾക്ക് എന്തായിരിക്കും ഫലമുണ്ടാകുക? തൊട്ടപ്പുറത്ത് പൂഞ്ഞാറിൽ PC ജോർജ് സ്ഥാനാർത്ഥിയാണ്. അവിടെയും അങ്ങനെ ത്രികോണ മത്സരം നടക്കുന്നു. തൊട്ടിപ്പുറത്ത് MJ സെബാസ്റ്റ്യൻ എന്ന UDF സ്ഥാനാർത്ഥി ഇതിനകം തന്നെ വിജയിച്ചു നിൽക്കുന്നു എന്ന ആത്മവിശ്വാസത്തിൽ അദ്ദേഹം കട്ടൗട്ടറുകൾ പോലും ആ പാർട്ടി മുന്നണി UDFിന്റെ ഭാഗമായി ഈരാറ്റുപേട്ടയിൽ ഉയർന്നു കഴിഞ്ഞു. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവിടെ ഇത്തവണയും പ്രതീക്ഷയോടെ നിൽക്കുന്നു. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവന് അടിപതറുമെന്ന് തന്നെ UDF ക്യാമ്പ് വിശ്വസിക്കുകയാണ്. അവിടെ അങ്ങനെ നാട്ടകം സുരേഷിന് വിജയമുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ നമ്മൾ വലിയ പ്രതീക്ഷകളോ വലിയ അട്ടിമറികളോ ഒന്നും പ്രതീക്ഷിക്കാത്തൊരു മണ്ഡലമായി ഏറ്റുമാനൂരിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടാകും. ഇങ്ങനെ പല മണ്ഡലങ്ങളും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ തവണയാണ് ആദ്യമായി ഇടതുമുന്നണി സമീപകാലത്ത് വിജയിക്കുന്നത്. CFന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മണ്ഡലം UDFിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മണ്ഡലം അങ്ങനെ LDFിലേക്ക് എത്തുന്നു. ഇത്തവണ വിജയം തുടരാൻ അങ്ങനെ ഓരോ മണ്ഡലത്തിനും ഓരോ രാഷ്ട്രീയ ചിത്രമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ത്രികോണ പോരാട്ടം. ജോർജ് കുര്യൻ അവിടെ BJP സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ആ നിലയിലുണ്ടാകുന്നു. അവിടെ N ജയരാജ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയും റോണി K ബേബി അപ്പുറത്ത് UDFിൽ. അങ്ങനെ ഓരോ മണ്ഡലത്തിനും സവിശേഷതകൾ ഉണ്ട്. ആ മണ്ഡലത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ വ്യത്യസ്തമാണ്. ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ടും ചിലയിടത്തെങ്കിലും BJPയുടെ സാന്നിധ്യം കൊണ്ടും ഒക്കെ പലതരത്തിൽ ചർച്ചകളും വോട്ടിംഗ് പാറ്റേണിലടക്കം നിർണായകമാകുന്ന പല മണ്ഡലങ്ങളുമാണ് ഇതൊക്കെ തന്നെ ഉള്ളത്. അങ്ങനെ കോട്ടയത്തിന് ഇത്തവണ സവിശേഷത കൂടുതലാണ്. പരമ്പരാഗതമായി ഈ കോട്ടയം, ഇടുക്കിയും പത്തനംതിട്ടയൊക്കെ UDFിൻ്റെ ഒപ്പം നിൽക്കുന്ന ജില്ലകളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി അതങ്ങനെ മാറിമറിയുന്നു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ UDFിന് കഴിഞ്ഞു. അതാണ് വലിയ ആത്മവിശ്വാസമായി ഇപ്പോഴും നിൽക്കുന്ന. പക്ഷേ ഇടതുമുന്നണിയും ഒട്ടും പിന്നിലല്ല. പല സീറ്റുകളും അധികമായി പിടിക്കും, പാല ഉൾപ്പെടെ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ അവർ നിൽക്കുന്നു. BJP മധ്യ കേരളത്തിൽ ഒരു സീറ്റ് എന്ന പ്രവചനം പല എക്സിറ്റ് പോളുകളും നടത്തിയതോടെ പാലയും തിരുവല്ലയും ഒക്കെ തങ്ങൾക്കൊപ്പം എത്തുമെന്ന പ്രതീക്ഷയിൽ അവരും നിൽക്കുകയാണ്. എന്തായാലും നാളെ രാവിലെ ഏതാണ്ട് 7:30 ഈ പ്രധാനപ്പെട്ട EVM മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കും. സ്ട്രോങ് റൂം തുറക്കും. അതിനുശേഷം 8 മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ തുടങ്ങും. 8:30 EVMന്റെ കൗണ്ടിംഗ് കൃത്യമായി ആരംഭിക്കും. ഏതാണ്ട് ആദ്യ മിനിറ്റുകളിൽ തന്നെ നമുക്ക് ഫലസൂചനകൾ, പ്രത്യേകിച്ച് പോസ്റ്റൽ ബാലറ്റിന്റെ അടക്കമുള്ള ഫലസൂചനകൾ ലഭിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അഭിലാഷ്, യെസ്, അങ്ങനെ ഇതാ കേരളത്തിന്റെ ഒരു പൊതുചിത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.